وكذلك أعثرنا عليهم ليعلموا أن وعد الله حق وأن الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقالوا ابنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا. ഇങ്ങനെ നാം നഗരവാസികൾക്ക് അവരെക്കുറിച്ച് അറിവ് കൊടുത്തു. അല്ലാഹുവിന്റെ വാഗ്ദത്തം സത്യമാണെന്നും അന്ത്യനാൾ നിസ്സംശയമായും വന്നണയുമെന്നും അവർ അറിയുവാൻ. പക്ഷേ ഒന്നാലോചിച്ചു നോക്കുക, യഥാർത്ഥ വിഷയം ഇതായിരിക്കെ അവർ പരസ്പരം തർക്കത്തിലേർപ്പെട്ടത് ഗുഹാവാസികളോട് എങ്ങനെ വർത്തിക്കണം എന്ന കാര്യത്തിലായിരുന്നു. ചിലയാളുകൾ പറഞ്ഞു, അവർക്ക് മീതെ ഒരു മതിൽ പണിയാം, അവരുടെ കാര്യം അവരുടെ രക്ഷിതാവിന് മാത്രമേ അറിയൂ. എന്നാൽ അവരുടെ കാര്യങ്ങളിൽ സ്വാധീനമുള്ളവർ പറഞ്ഞു, അവരുടെ മീതെ നാം ഒരു ആരാധനാലയം തന്നെ നിർമ്മിക്കും. അയാൾ ഭക്ഷണം വാങ്ങിച്ചു വരാൻ പട്ടണത്തിൽ പോയപ്പോൾ ലോകം പാടെ മാറിക്കഴിഞ്ഞിരുന്നു. വിഗ്രഹാരാധകരായ റോമക്കാർ വളരെ കാലമായി ക്രിസ്തുമതാവലംബികളായി മാറിയിരുന്നു. ഭാഷ, സംസ്കാരം, നാഗരികത, വേഷവിധാനം, അങ്ങനെ എല്ലാ കാര്യത്തിലും പ്രകടമായ അന്തരം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. 2 നൂറ്റാണ്ട് മുമ്പത്തെ ഈ മനുഷ്യൻ തന്റെ ഹാവഭാവം കൊണ്ടും വേഷവിധാനം കൊണ്ടും ഭാഷാവിശേഷം കൊണ്ടുമെല്ലാം ഒറ്റ നോട്ടത്തിൽ തന്നെ കാണികൾക്ക് അസലൊരു തമാശയായി തീർന്നു. അയാൾ ഭക്ഷണ സാധനം വാങ്ങാനായി ഡെസ്യൂസ് രാജാവിന്റെ കാലത്തുള്ള നാണയം വെച്ചു നീട്ടിയപ്പോൾ കച്ചവടക്കാരന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സിറിയക് റിപ്പോർട്ട് സൂചിപ്പിക്കുന്ന പോലെ ഇയാൾക്ക് ഏതോ പഴയ കാലത്തെ നിക്ഷേപം കിട്ടിയിരിക്കുമെന്ന സംശയമാണ് പീഡികക്കാരനുണ്ടായത്. കടയുടമ സംഗതി അടുത്തുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഭക്ഷണം വാങ്ങാൻ ചെന്ന ആൾ ഒടുവിൽ ഭരണാധിപന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയും ചെയ്തു. അവിടെ വെച്ചാണ് സംഗതി വെളിച്ചത്ത് വരുന്നത്. ഈ അപരിചിതനായ മനുഷ്യൻ 200 വർഷം മുമ്പ് വിശ്വാസം രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പോയ ഈസാ നബിയുടെ അനുയായികളിൽപ്പെട്ട ആളാണ്. ഈ അത്ഭുതവൃത്താന്തം ക്രിസ്തുവിശ്വാസികളായ നാട്ടുകാരിൽ നൊടിനേരം കൊണ്ട് പരന്നെത്തി. ഭരണാധികാരികളോടൊപ്പം വലിയ ഒരു ജനാവലി ഗുഹാമുഖത്തേക്ക് പ്രവഹിച്ചു. തങ്ങൾ 200 വർഷം മുമ്പ് ഉറങ്ങിയവരാണെന്ന് ഇപ്പോഴാണ് ഗുഹാവാസികൾ അറിയുന്നത്. തങ്ങളുടെ ക്രൈസ്തവ സുഹൃത്തുക്കളെ അഭിവാദ്യം ചെയ്ത ശേഷം അവർ ഗുഹയിൽ തന്നെ കിടക്കുകയും പരലോകം പ്രാപിക്കുകയും ചെയ്തു. സിറിയക് റിപ്പോർട്ട് പ്രകാരം റോമിൽ അന്ത്യനാളിനെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ച് തീവ്രമായ വാദവിവാദങ്ങൾ നടക്കുന്ന കാലഘട്ടമായിരുന്നു അത്. ഭരണകൂടത്തിന്റെ സ്വാധീനഫലമായി സാമാന്യജനം ക്രിസ്തുമതം ആശ്ലേഷിച്ചിരുന്നുവെന്നതും ക്രൈസ്തവ മതത്തിന്റെ മൌലിക വിശ്വാസങ്ങളിൽ പരലോക വിശ്വാസവും ഉൾപ്പെട്ടിരുന്നുവെന്നതും ശരിതന്നെ. പക്ഷേ റോമൻ ബഹുദൈവ വിശ്വാസത്തിന്റെയും വിഗ്രഹാരാധനയുടെയും യവന തത്വശാസ്ത്രങ്ങളുടെയും സ്വാധീനം അപ്പോഴും അതീവ ശക്തമായിരുന്നു. തന്നിമിത്തം ഒട്ടേറെ ജനങ്ങൾ മരണാനന്തര ജീവിതത്തിന്റെ നിഷേധികളോ സംശയാലുക്കളോ ആയിരുന്നു. ഈ നിഷേധ സന്ദേഹങ്ങളെ പരമാവധി ശക്തിപ്പെടുത്തിയ ഒരു വസ്തുത എഫെസോസിലെ ജനങ്ങളിൽ വലിയ ഒരു ശതമാനം ജൂതന്മാരുണ്ടായിരുന്നു എന്നതാണ്. അവരിൽ സ്വദൂഖി എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം പരലോകത്തെ പരസ്യമായി നിഷേധിക്കുന്നവരായിരുന്നു. ഈ വിഭാഗം പരലോക നിഷേധത്തിന് വേദഗ്രന്ഥത്തിൽ നിന്ന് തെളിവുകൾ കണ്ടുപിടിച്ചിരുന്നു. ക്രൈസ്തവ പണ്ഡിതന്മാരുടെ കയ്യിൽ അവരെ നേരിടത്തക്ക ശക്തമായ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. സ്വദൂഖികളും യേശുക്രിസ്തുവും തമ്മിൽ പരലോക സംബന്ധമായി നടന്ന വിവാദം മത്തായി, മാർക്കോസ്, ലൂക്കോസ് എന്നീ 3 സുവിശേഷങ്ങളിലും കാണുന്നുണ്ട്. എന്നാൽ അവ 3ലും യേശുക്രിസ്തുവിന്റേതായി ഉദ്ധരിച്ചിരിക്കുന്ന മറുപടി ദുർബലമാണ്. അതിന്റെ ദുർബലത ക്രൈസ്തവ പണ്ഡിതന്മാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഈ വക കാരണങ്ങളാൽ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം നിഷേധികളുടെ ഭാഗമാണ് മുന്നിട്ട് നിന്നിരുന്നത്. വിശ്വാസികൾ തന്നെ സംശയത്തിലും ചാഞ്ചല്യത്തിനും അകപ്പെട്ടിരുന്നു. ഇതേ കാലഘട്ടത്തിലാണ് ഗുഹാവാസികളുടെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവം ഉണ്ടാകുന്നത്. മരണാനന്തര പുനരുത്ഥാനത്തിന് അതൊരു അനിഷേധ്യ ദൃഷ്ടാന്തമായി തീരുകയും ചെയ്തു. അവർക്ക് മീതെ ഒരു മതിൽ പണിയാം, അവരുടെ കാര്യം അവരുടെ രക്ഷിതാവിന് മാത്രമേ അറിയൂ എന്ന വാക്ക് ക്രിസ്ത്യാനികളിലെ സദ്വൃത്തരുടേതാണെന്നാണ് വാചക ശൈലി കൊണ്ട് മനസ്സിലാകുന്നത്.
ഗുഹാവാസികൾ കിടന്നിരുന്ന അതേ വിധത്തിൽ കിടന്നുകൊള്ളാൻ അവരെ വിട്ടയക്കണമെന്നും ഒരു ഭിത്തിയുണ്ടാക്കി ഗുഹാമുഖം അടച്ചുകളയണമെന്നുമായിരുന്നു ഇവരുടെ അഭിപ്രായം. ഈ ഗുഹാവാസികൾ എങ്ങനെയുള്ളവരാണെന്നും ഏതു പദവിക്കാരാണെന്നും ഏതു പ്രതിഫലത്തിന് അർഹനാണെന്നും മറ്റും അവരുടെ രക്ഷാകർത്താവിന് മാത്രമേ നന്നായി അറിയൂ. അവരുടെ കാര്യത്തിൽ സ്വാധീനമുള്ളവർ എന്നാൽ റോമാ ഭരണാധിപന്മാരും ക്രൈസ്തവ പള്ളി മേധാവികളും മത അധ്യക്ഷന്മാരുമാണ് വിവക്ഷ. അവർക്കെതിരെ ആദർശ സുബദ്ധരായ ക്രിസ്ത്യാനികളുടെ അഭിപ്രായം വിലപ്പോകുമായിരുന്നില്ല. 5-ാം ശതകത്തിന്റെ മധ്യകാലത്തോടുകൂടി ക്രിസ്ത്യാനികളിൽ പൊതുവിലും റോമൻ കത്തോലിക്ക ചർച്ചിൽ പ്രത്യേകിച്ചും ബഹുദൈവ വിശ്വാസം, പുണ്യവാള പൂജ, ഖബർ ആരാധന എന്നിവ വളരെ ശക്തിയാർജിച്ചു കഴിഞ്ഞിരുന്നു. മഹാത്മാക്കളുടെ ആസ്ഥാനങ്ങൾ ആരാധിക്കപ്പെടുകയും യേശുവിന്റെയും മറിയമിന്റെയും അപ്പോസ്തലന്മാരുടെയും പ്രതിമകൾ പള്ളിയിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു വന്നിരുന്നു. ഗുഹാവാസികളുടെ ഉയിർത്തെഴുന്നേൽപ്പിന് ഏതാനും വർഷം മുമ്പ് 431 ലോക ക്രൈസ്തവ മതാധ്യക്ഷന്മാരുടെ ഒരു കൌൺസിൽ ഇതേ എഫസൂസ് പട്ടണത്തിൽ ചേരുകയുണ്ടായി. അതിൽ ഈസാ നബിയുടെ ദിവ്യത്വത്തിന്റെയും മറിയമിന്റെ ദൈവിക മാതൃത്വത്തിന്റെയും വിശ്വാസം സഭയുടെ ഔദ്യോഗിക വിശ്വാസമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചരിത്ര വസ്തുതകൾ മുമ്പിൽ വച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ അനുയായികൾക്കെതിരെ അവിടെ ക്രൈസ്തവ സാമാന്യ ജനത്തിന്റെ നേതാക്കളായി ഞെളിഞ്ഞവരും മതരാഷ്ട്രീയ കാര്യങ്ങളുടെ കടിഞ്ഞാൻ കൈയിലിരിക്കുന്നവരുമാണ് അവരുടെ കാര്യങ്ങളിൽ സ്വാധീനമുള്ളവർ. ഇവരായിരുന്നു വാസ്തവത്തിൽ ബഹുദൈവത്വത്തിന്റെ ധ്വജവാഹകർ. ഗുഹാവാസികളുടെ ശവകുടീരം പണിത് അതിനെ ആരാധനാ മന്ദിരമാക്കണമെന്ന തീരുമാനമെടുത്തതും ഇവർ തന്നെയായിരുന്നു. മുസ്ലിങ്ങളിൽ ചിലർ അവരുടെ മീതെ നാം ഒരു ആരാധനാലയം തന്നെ നിർമ്മിക്കും എന്ന വിശുദ്ധ ഖുർആനിലെ ഈ വാക്യത്തിന് തികച്ചും ഭിന്നമായ ഒരർത്ഥമാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഇതിനെ പ്രമാണമാക്കി സജ്ജനങ്ങളുടെ ഖബറുകളിന്മേൽ കെട്ടിടങ്ങളും പള്ളികളും നിർമ്മിക്കുന്നതിനെ അവർ ന്യായീകരിക്കുന്നു. വാസ്തവമാകട്ടെ, എഫസൂസ് പട്ടണത്തിലെ അധികാരിവർഗത്തിന്റെ ദുർമാർഗ പ്രവണതയെ ചൂണ്ടിക്കാണിക്കുകയാണിവിടെ ഖുർആൻ ചെയ്തിരിക്കുന്നത്. അതായത് പുനരുത്ഥാനത്തിനും മരണാനന്തര ജീവിതത്തിന്റെ സാധ്യതയ്ക്കുമുള്ള ദൃഷ്ടാന്തമായി കാണിക്കപ്പെട്ട ഒരു സംഭവത്തെ ഈ അധർമ്മചാരികൾ ശിർക്ക് കലർന്ന അനാചാരങ്ങൾക്ക് ഒരു സുവർണാവസരമായി കരുതുകയാണ്. കുറെ കൂടി ഔലിയാക്കളെ പൂജിക്കാൻ കിട്ടി എന്നൊരു ഭാവമാണ് അവർക്കുള്ളത്. ഈ ആശയത്തെ കുറിക്കുന്ന സൂക്തത്തെ മഹാന്മാരുടെ ശ്മശാനങ്ങളിൽ പള്ളി നിർമ്മാണത്തിന് തെളിവായി കരുതുന്നതെങ്ങനെ? ഈ ഖബർ ആരാധനയെ നിരോധിച്ചുകൊണ്ടുള്ള വ്യക്തമായ അനുശാസനങ്ങൾ നബി തിരുമേനിയിൽ നിന്ന് വന്നിരിക്കെ വിശേഷിച്ചും തിരുമേനി അരുളുന്നു, ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകളെയും ഖബറുകൾക്ക് മീതെ പള്ളി പണിയുന്നവരെയും വിളക്ക് വെക്കുന്നവരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. അഹമ്മദ്, തിർമുദി, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ എന്നിവർ ഉദ്ധരിക്കുന്നു. സൂക്ഷിക്കുക, നിങ്ങൾക്ക് മുമ്പുള്ള ജനങ്ങൾ പ്രവാചകന്മാരുടെ ശ്മശാനങ്ങളെ പള്ളികളാക്കിയിരുന്നു. എന്നാൽ ഞാൻ അതിൽ നിന്ന് നിങ്ങളെ വിരോധിക്കുന്നു. മുസ്ലിം. ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. അവർ തങ്ങളുടെ നബിമാരുടെ ഖബറുകളെ പള്ളികളാക്കി. അഹമ്മദ്, ബുഖാരി, മുസ്ലിം, നസായി. അവരിലുള്ള ഒരു നല്ല മനുഷ്യൻ മരണമടഞ്ഞാൽ അവർ അദ്ദേഹത്തിന്റെ ഖബറിന് മീതെ പള്ളി നിർമ്മിക്കുകയും അതിൽ രൂപങ്ങൾ കൊത്തിവെക്കുകയും ചെയ്യുമായിരുന്നു. അന്ത്യനാളിൽ അവർ ജനങ്ങളിൽ ഏറ്റവും നികൃഷ്ടരായിരിക്കും. അഹമ്മദ്, ബുഖാരി, മുസ്ലിം, നസായി. വിശുദ്ധ ഖുർആനിൽ ക്രൈസ്തവ പാതിരിമാരുടെയും റോമൻ ഭരണാധിപന്മാരുടെയും വഴികെട്ട ചെയ്തികളെ ഉദ്ധരിച്ചിട്ടുള്ളതിനെ അവലംബമാക്കി അതേ ചെയ്തിയെ ന്യായീകരിക്കാൻ നബി തിരുമേനിയുടെ ഈ ഖണ്ഡിതമായ അനുശാസനങ്ങളുണ്ട് എന്നിരിക്കെ ദൈവഭക്തനായ ഒരാൾ അതിനൊരുമ്പെടുന്നതെങ്ങനെ? 1834 റവറന്റ് ടി അരുണ്ടേൽ ഏഷ്യ മൈനറിലെ കണ്ടെത്തലുകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച തന്റെ അനുഭവങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു കാര്യം ഇവിടെ അനുസ്മരിക്കുന്നത് സന്ദർഭോചിതമാണെന്ന് കരുതുന്നു. പ്രാചീന എഫസൂസ് പട്ടണത്തിന്റെ അവശിഷ്ടങ്ങൾക്കടുത്തായി ഒരു കുന്നിൻ മുകളിൽ മറിയമിന്റെയും ഗുഹാവാസികളുടെയും ശവകുടീരങ്ങളുടെ അവശിഷ്ടങ്ങൾ അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. سيقولون 3 رابعهم كلبهم ويقولون 5 سادسهم كلبهم رجما بالغيب ويقولون 7 وثامنهم كلبهم قل ربي أعلم بعدتهم ما يعلمهم إلا قليل فلا تمار فيهم إلا مراء
تستفت فيهم منهم أحدا. അവർ 3 പേരായിരുന്നു. 4-ാമൻ അവരുടെ നായയും എന്ന് ചിലർ പറയും. 5 6-ാമൻ അവരുടെ നായയും എന്ന് വേറെ ചിലരും പറയും. ഇതൊക്കെയും അടിസ്ഥാനരഹിതമായ ഊഹങ്ങൾ മാത്രം. ഇനിയും ചില ആളുകൾ പറയും അവർ 7 പേരുണ്ടായിരുന്നു, 8-ാമൻ അവരുടെ നായയായിരുന്നു. പറയുക, അവർ എത്ര പേരുണ്ടായിരുന്നുവെന്ന് കൃത്യമായി അറിയുന്നവൻ എന്റെ റബ്ബ് മാത്രമാകുന്നു. തുച്ഛമാളുകളെ അവരുടെ ശരിയായ എണ്ണമറിയുന്നുള്ളൂ. സാധാരണ സംസാരത്തിൽ കവിഞ്ഞ് അവരുടെ എണ്ണത്തെക്കുറിച്ച് താങ്കൾ ജനങ്ങളോട് ചർച്ച ചെയ്യരുത്. അവരെക്കുറിച്ച് ആരോടും ഒന്നും ചോദിക്കുകയും വേണ്ട. വിശുദ്ധ ഖുർആന്റെ അവതരണകാലത്ത് ഗുഹാസംഭവം കഴിഞ്ഞ് 2.25 നൂറ്റാണ്ടിനു ശേഷം സംഭവത്തിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചിടത്തോളം പലതരം കഥകൾ ക്രൈസ്തവരിൽ പ്രചരിച്ചിരുന്നുവെന്നും പൊതുവെ അംഗീകാരയോഗ്യമായ പ്രാമാണിക വിവരങ്ങൾ ജനങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നില്ലെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്. അന്ന് പ്രസ്സും പ്രസാധനവും നടപ്പില്ലായിരുന്നതുകൊണ്ട് സംഭവത്തെപ്പറ്റി താരതമ്യേന ശരിയായ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ പൊതുവെ പ്രചാരത്തിലുണ്ടായിരുന്നില്ല. അക്കാലത്ത് വൃത്താന്തങ്ങൾ ഏറിയ കൂറും നിവേദനങ്ങൾ വഴിക്കാണ് പ്രചരിച്ചിരുന്നത്. കാലപ്പഴക്കത്തിൽ അവയുടെ വിശദാംശങ്ങൾ പലതും കഥകളായി മാറുകയും പതിവായിരുന്നു. എന്നിരുന്നാലും 3-ാമത്തെ അഭിപ്രായം അള്ളാഹു നിഷേധിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് 7 തന്നെയാണ് ശരിയായ എണ്ണമെന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല. കഥാപാത്രങ്ങളുടെ അംഗസംഖ്യയല്ല പ്രധാനം, മറിച്ച് കഥയിൽ നിന്നുൾക്കൊള്ളാനുള്ള ഗുണപാഠമാണ്. എന്തൊക്കെയാണ് ആ ഗുണപാഠങ്ങൾ? ഒരു സത്യവിശ്വാസി ഒരു പരിതസ്ഥിതിയിലും സത്യപഥത്തിൽ നിന്ന് വ്യതിചലിക്കാനോ അസത്യത്തിന് മുമ്പിൽ മുട്ടുമടക്കാനോ സന്നദ്ധനാവരുത്. സത്യവിശ്വാസിയുടെ യഥാർത്ഥ അവലംബം ലൗകിക വിഭവങ്ങളല്ല, സർവശക്തനായ അള്ളാഹുവാണ്. പ്രത്യക്ഷത്തിൽ സത്യതൽപരതയ്ക്ക് സഹായകമായ ലക്ഷണങ്ങൾ അന്തരീക്ഷത്തിൽ കാണാത്തപ്പോഴും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് സത്യസരണിയിൽ അടിയുറച്ച് മുന്നോട്ട് നീങ്ങണം. മനുഷ്യൻ പ്രകൃതി നിയമമെന്ന് മനസ്സിലാക്കുന്നതും ആ നിയമത്തിനെതിരിൽ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കുകയില്ലെന്ന് കരുതുന്നതുമായ പതിവ് സമ്പ്രദായങ്ങൾക്ക് അള്ളാഹു വിധേയനല്ല. അവനെപ്പോൾ എവിടെ വേണമെങ്കിലും ആ സമ്പ്രദായങ്ങളെ മാറ്റി ഏത് അസാധാരണ കൃത്യവും ചെയ്യാൻ കഴിവുള്ളവനാണ്. വല്ലവരെയും 200 വർഷത്തോളം ഉറക്കാൻ അവന് കഴിയും. എന്നിട്ട് മണിക്കൂറുകളെ ഉറങ്ങിയിട്ടുള്ളൂ എന്ന് തോന്നും വിധം അവരുടെ ആയുസ്സിലും ആരോഗ്യത്തിലും ആകൃതിയിലും പ്രകൃതിയിലും വസ്ത്രത്തിലും വേഷവിധാനത്തിലും ഒന്നും കാലദൈർഘ്യത്തിന്റെ കാൽപ്പാടുകൾ പതിയാതെ ഉണർത്താനും അവന് തീരെ പ്രയാസമുള്ളതല്ല. ദൈവദൂതന്മാരും ദിവ്യഗ്രന്ഥങ്ങളും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതുപോലെ മനുഷ്യവർഗത്തെ ഒരേ സമയം പുനരുജ്ജീവിപ്പിക്കുക എന്നതും അള്ളാഹുവിന്റെ ഖുദ്റത്തിന് അതീതമല്ല. എന്നാൽ വിവരം കെട്ട മനുഷ്യർ ദൈവിക ദൃഷ്ടാന്തങ്ങളെ തനിക്കുള്ള ഗുണപാഠങ്ങളായി കാണുന്നതിന് പകരം കൂടുതൽ മാർഗഭ്രംശത്തിന് കാരണമാക്കുകയാണ് എല്ലാ കാലത്തും ചെയ്തു പോന്നിട്ടുള്ളത്. ഗുഹാവാസികളുടെ സംഭവം തന്നെ ഉദാഹരണം. ഈ അത്ഭുത ദൃഷ്ടാന്തം അള്ളാഹു കാണിച്ചുകൊടുത്തത് അതുവഴി ജനങ്ങൾ പരലോകവിശ്വാസികളാകേണ്ടതിനായിരുന്നു. എന്നാൽ അതേ ദൃഷ്ടാന്തത്തെപ്പറ്റി തങ്ങൾക്ക് ആരാധിക്കാനായി പുതിയ ഒരു കൂട്ടം ഔലിയാക്കളെ കൂടി അള്ളാഹു തന്നിരിക്കുന്നുവെന്നാണ് മൂഢജനങ്ങൾ ധരിച്ചുവശായത്. ഇതെല്ലാമാണ് ഈ കഥയിൽ നിന്ന് പഠിക്കാനുള്ള യഥാർത്ഥ പാഠങ്ങൾ. ഈ കാര്യങ്ങളൊക്കെയാണ് അതിൽ ശ്രദ്ധേയങ്ങളാക്കിയിരിക്കുന്നതും. എന്നാൽ ഇതൊക്കെ അവഗണിച്ച് ഗുഹാവാസികളുടെ എണ്ണവും പേരുവിവരങ്ങളും അവരുടെ നായയുടെ നിറവും മറ്റും സൂക്ഷ്മ ഗവേഷണം നടത്തി കണ്ടുപിടിക്കാൻ നടക്കുന്നത് കാതൽ കളഞ്ഞ് തൊലിയിൽ മാത്രം അള്ളിപ്പിടിക്കുന്ന ഏർപ്പാടാണ്. അതുകൊണ്ട് അള്ളാഹു നബി തിരുമേനിയെയും തിരുമേനി മുഖേന സത്യവിശ്വാസികളെയും ഉണർത്തുകയാണ്, ഈ വക അപ്രസക്തങ്ങളായ ചർച്ചകൾ മറ്റുള്ളവർ ഉന്നയിച്ചാൽ തന്നെയും നിങ്ങൾ അതിലൊന്നും കുടുങ്ങിപ്പോകരുത്. അത്തരം പ്രശ്നങ്ങളുടെ ചുഴിഞ്ഞന്വേഷണത്തിൽ സമയം ദുർവ്യയം ചെയ്യാതെ കഴമ്പുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഗുഹാവാസികളുടെ കൃത്യമായ അംഗസംഖ്യ അള്ളാഹു വ്യക്തമാക്കാതിരുന്നതും ഇതുകൊണ്ടുതന്നെയാണ്. അങ്ങനെ അനാവശ്യങ്ങളിൽ തൽപരരായ കഥാകുതുകികൾക്ക് പ്രോത്സാഹനം കിട്ടരുത്. ولا تقولن لشيء إني فاعل ذلك غدا. നോക്കുക, ഒരു കാര്യത്തെക്കുറിച്ചും ഞാൻ നാളെ അത് തീർച്ചയായും ചെയ്യും എന്ന് ഒരിക്കലും താങ്കൾ പറയരുത്. إلا أن يشاء الله واذكر ربك إذا نسيت وقل عسى أن يهديني ربي لأقرب من هذا رشدا.
അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ താങ്കൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഓർക്കാതെ ഇത്തരം വാക്ക് വായിൽ നിന്ന് വീണുപോയാൽ ഉടനെ റബ്ബിനെ സ്മരിച്ചുകൊണ്ട് പറയുക, എന്റെ നാഥൻ എന്നെ ഇതിനേക്കാൾ ഗുണകരമായതിലേക്ക് നയിച്ചുകൂടായികയില്ല. മുൻ സൂക്തത്തിലെ പ്രതിപാദ്യവുമായുള്ള ബന്ധം പരിഗണിച്ച് വാചക ശൃംഖലയ്ക്ക് നടുവിൽ ചേർത്തു പറഞ്ഞ ഒരു ഉപവാക്യമാണിത്. ഗുഹാവാസികളുടെ അംഗസംഖ്യയെപ്പറ്റി വ്യക്തമായ വിവരം അല്ലാഹുവിനേ ഉള്ളൂ. അതിൽ ചുഴിഞ്ഞന്വേഷിക്കുന്നത് ഒരു വൃഥാവേലയാണ്. അതുകൊണ്ട് അനാവശ്യവും അപ്രധാനവുമായൊരു കാര്യം കണ്ടുപിടിക്കാൻ തുനിയാതിരിക്കേണ്ടതാണ്. ആരോടും തർക്കിക്കാൻ പോകേണ്ടതുമില്ല എന്നിങ്ങനെയുള്ള നിർദ്ദേശമായിരുന്നു മുൻ സൂക്തത്തിലെ ഉള്ളടക്കം. ഈ ശൃംഖലയിലെ അടുത്ത വിഷയം പരാമർശിക്കുന്നതിന് മുമ്പായി നബിക്കും സത്യവിശ്വാസികൾക്കും ഉപവാക്യരൂപത്തിൽ മറ്റൊരു നിർദ്ദേശം നൽകിയിരിക്കുകയാണിവിടെ. അതെന്തെന്നാൽ, ഞാൻ ഇന്ന കാര്യം നാളെ ചെയ്യുമെന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയുമ്പോൾ സൂക്ഷിക്കണം. നാളെ അക്കാര്യം ചെയ്യാൻ പറ്റുമെന്ന് എന്താണിത്ര തീർച്ച? നിങ്ങൾക്ക് അദൃശ്യജ്ഞാനമില്ല. വിചാരിക്കുന്നതെന്തും ചെയ്യാൻ കാര്യങ്ങളിൽ അധികാരമുള്ളവരല്ല നിങ്ങൾ. അതുകൊണ്ട് നന്നായി ആലോചിക്കാതെ അങ്ങനെ വല്ലതും പറഞ്ഞു പോയെങ്കിൽ ഉടൻ ബോധവാന്മാരായി അല്ലാഹുവിനെ ഓർക്കുകയും ഇൻഷാ അല്ലാഹ് എന്ന് കൂട്ടിപ്പറയുകയും ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾ ചെയ്യുമെന്ന് ഘോഷിക്കുന്ന കാര്യത്തിലാണോ നന്മ, അതോ കൂടുതൽ നല്ല കാര്യം മറ്റൊന്നാണോ എന്നും നിങ്ങൾക്കറിഞ്ഞുകൂടാ. അതിനാൽ അല്ലാഹുവിൽ വിശ്വാസമർപ്പിച്ച് എന്റെ നാഥൻ ഈ കാര്യത്തിൽ ശരിയായ വഴിക്ക്, ശരിയായ നയത്തിലേക്ക് എന്നെ നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുകയാണ് വേണ്ടത്. وَلَبِثُوا فِي كَهْفِهِمْ 300 سِنِينَ وَازْدَادُوا 9. അവർ ആ ഗുഹയിൽ 300 വർഷങ്ങൾ വസിച്ചു. ചിലയാളുകൾ കാലഗണനയിൽ 9 വർഷം കൂട്ടിയിട്ടുണ്ട്. ഈ വാചകം നമ്മുടെ അഭിപ്രായത്തിൽ ഉപവാക്യത്തിന് മുമ്പുള്ള വാചകവുമായി ബന്ധപ്പെട്ടതാണ്. അതായത്, വാചകഘടന ഇപ്രകാരമാണ്: ഗുഹാവാസികൾ 3 പേരായിരുന്നു. നാലാമത്തേത് അവരുടെ നായയും എന്ന് ചിലർ പറയും. ചിലരുടെ പക്ഷം അവർ ഗുഹയിൽ 300 വർഷം താമസിച്ചു എന്നാണ്. ചിലർ 9 വർഷം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇവിടെ 300 എന്നും 309 എന്നും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പക്ഷത്തിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചതാണ്, അല്ലാഹു പറഞ്ഞതല്ല. തുടർന്നുള്ള വാചകത്തിൽ അവരുടെ പ്രവാസകാലം അല്ലാഹുവിന് മാത്രമേ അറിയൂ എന്ന് വന്നിട്ടുള്ളതാണ് അതിന് തെളിവ്. 309 എന്ന എണ്ണം അല്ലാഹു പറഞ്ഞതാണെങ്കിൽ അവൻ തന്നെ തുടർന്നുള്ള വാചകം പറഞ്ഞത് തീരെ നിരർത്ഥമായി തീരുന്നതാണ്. ഈ തെളിവിനെ ആസ്പദമാക്കി ഇബ്നു അബ്ബാസും ഇതേ വ്യാഖ്യാനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതായത്, ഈ വാക്യം അല്ലാഹുവിന്റേതല്ല, ജനങ്ങളുടെ വാക്ക് ഉദ്ധരിച്ചതാണ്. ഖുലില്ലാഹു അഅലമു ബിമാ ലബിസൂ ലഹു ഗൈബുസ് സമാവാതി വൽ അർദ് അബ്സിർ ബിഹി വഅസ്മിഅ് മാ ലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദാ. താങ്കൾ പറയുക, അവരുടെ ഗുഹാവാസകാലം അല്ലാഹുവിന് മാത്രമേ അറിയൂ. ആകാശഭൂമികളുടെ രഹസ്യങ്ങളൊക്കെയും അറിയുന്നത് അവൻ മാത്രമാകുന്നു. അവൻ എത്ര നന്നായി കാണുന്നവൻ, എത്ര നന്നായി കേൾക്കുന്നവൻ. ഭൂമിയിലും ആകാശത്തുമുള്ള സൃഷ്ടികൾക്ക് അവനല്ലാതെ മറ്റൊരു രക്ഷാധികാരിയുമില്ല. അവൻ തന്റെ ആധിപത്യത്തിൽ ആരെയും പങ്കാളിയാക്കുന്നുമില്ല. وَاتْلُ مَا أُوحِيَ إِلَيْكَ مِنْ كِتَابِ رَبِّكَ لَا مُبَدِّلَ لِكَلِمَاتِهِ وَلَنْ تَجِدَ مِنْ دُونِهِ مُلْتَحَدًا. പ്രവാചകരെ, താങ്കളുടെ റബ്ബിന്റെ വേദത്തിൽ നിന്ന് താങ്കൾക്ക് ബോധനം ലഭിച്ചതിനെ യഥാവിധി ജനത്തെ ഓതി കേൾപ്പിക്കുക. അവന്റെ വചനങ്ങൾ ഭേദഗതി ചെയ്യുന്നവരാരുമില്ല. താങ്കൾ ആർക്കെങ്കിലും വേണ്ടി അത് ഭേദഗതി ചെയ്യുകയാണെങ്കിൽ അവനിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകാൻ ഒരഭയസ്ഥാനം കണ്ടെത്തുന്നതുമല്ല. ഗുഹാവാസികളുടെ കഥ സമാപിച്ച ശേഷം ഇവിടുന്നങ്ങോട്ട് മറ്റൊരു വിഷയം ആരംഭിക്കുകയാണ്. പ്രസ്തുത സൂക്തങ്ങളുടെ അവതരണഘട്ടത്തിൽ മക്കാ മുസ്ലിങ്ങളെ അഭിമുഖീകരിച്ചിരുന്ന അവസ്ഥാവിശേഷങ്ങളെ സംബന്ധിച്ച നിരൂപണമാണ് ഇതിലെ ഉള്ളടക്കം. മക്കയിലെ അവിശ്വാസികളെ പ്രീതിപ്പെടുത്താനായി വിശുദ്ധ ഖുർആനിൽ ചില മാറ്റത്തിരുത്തലുകൾ വരുത്തുന്നതിനെപ്പറ്റിയും ഖുറൈശി തലവന്മാരുമായി വല്ല മിനിമം പരിപാടിയിലും സന്ധിയാവുന്നതിനെക്കുറിച്ചും നബി തിരുമേനി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് തിരുമേനിയെ അല്ലാഹു തടയുകയാണ് എന്നിങ്ങനെയുള്ള ഒരു സൂചനയും ഇതിലടങ്ങിയിട്ടില്ല.
പ്രത്യക്ഷത്തിൽ നബി തിരുമേനിയോടാണ് സംബോധനയെങ്കിലും വാചകത്തിന്റെ മുഖം മക്കയിലെ അവിശ്വാസികളുടെ നേരെയാണ്. അള്ളാഹുവിന്റെ വചനത്തിൽ തന്റെ വക എന്തെങ്കിലും ഭേദഗതി ചെയ്യാനോ ഏറ്റക്കുറവ് വരുത്താനോ നബി തിരുമേനി അധികാരമുള്ളവനല്ല. അള്ളാഹു അവതരിപ്പിച്ചത് അതേപടി ഒരു കൂട്ടലും കുറയ്ക്കലുമില്ലാതെ ജനങ്ങൾക്കെത്തിച്ചു കൊടുക്കുക മാത്രമാണ് നബിയുടെ കർത്തവ്യം. നിങ്ങൾ അത് സ്വീകരിക്കുന്നുവെങ്കിൽ പ്രപഞ്ചനാഥനിൽ നിന്ന് അവതീർണമായ സമ്പൂർണ്ണ ദീനിനെ മുഴുവനായി സ്വീകരിക്കുക. നിഷേധിക്കുന്നുവെങ്കിലോ സസന്തോഷം നിഷേധിച്ചുകൊള്ളുക. എന്നാൽ നിങ്ങളെ സന്തോഷിപ്പിക്കാനായി ഈ ദീനിൽ നിങ്ങളുടെ ദേഹേച്ഛകൾക്കൊത്തവണ്ണം ഭേദഗതി വരുത്തുമെന്ന് ഒരു പരിതസ്ഥിതിയിലും വ്യാമോഹിക്കേണ്ടതില്ല എന്നെല്ലാം അവിശ്വാസികളെ അറിയിക്കുകയാണിവിടെ. പലപ്പോഴായി അവിശ്വാസികളിൽ നിന്ന് ഉന്നയിക്കപ്പെട്ടിരുന്ന ഒരാവശ്യത്തിനുള്ള മറുപടിയാണിത്. നിങ്ങൾ പറയുന്നത് അപ്പടി ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളണമെന്ന് എന്താണൊരു ശാഠ്യം? ഞങ്ങളുടെ പൂർവിക മതത്തിന്റെ വിശ്വാസാചാരങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾക്കും സ്വീകരിച്ചാൽ എന്താണ്? കുറച്ചൊക്കെ ഞങ്ങളുടേത്, കുറച്ചൊക്കെ നിങ്ങളുടേത്. അങ്ങനെ വിട്ടുവീഴ്ച അടിസ്ഥാനത്തിൽ നമുക്ക് സന്ധിയിലാവുകയും ഗോത്രങ്ങളെ പിളർപ്പിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യാം. ഇതായിരുന്നു അവിശ്വാസികളുടെ ആവശ്യം. ഖുർആനിൽ ഇതേപ്പറ്റി പല സന്ദർഭങ്ങളിലും പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഇതേ പ്രത്യുത്തരമാണ് അവർക്ക് നൽകിയിരിക്കുന്നതും. ഉദാഹരണമായി സൂറ യൂനുസിലെ 15-ാം സൂക്തത്തിൽ പറയുന്നു, നമ്മുടെ സുവ്യക്തമായ സൂക്തങ്ങൾ ഓതിക്കൊടുക്കുമ്പോൾ നമ്മെ കണ്ടുമുട്ടുമെന്ന് ആശിക്കാത്തവരായ ജനം പറയുന്നു, ഇതിന് പകരം മറ്റൊരു ഖുർആൻ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇതിൽ ചില ഭേദഗതികൾ ചെയ്യുക. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. താങ്കളുടെ നാഥന്റെ പ്രീതി കാംക്ഷിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും അവനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടൊപ്പം മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുക. താങ്കൾ ഐഹിക അലങ്കാരങ്ങൾ കാംക്ഷിച്ചുകൊണ്ട് അവരിൽ നിന്ന് ഒരിക്കലും ദൃഷ്ടി തിരിച്ചു കളയരുത്. നാം നമ്മുടെ സ്മരണയിൽ നിന്ന് മനസ്സിനെ അശ്രദ്ധമാക്കിയവരും സ്വേച്ഛയെ പിൻപറ്റിയവരും അങ്ങനെ സ്വന്തം കാര്യം കൈവിട്ടു പോവുകയും ചെയ്തവരെ താങ്കൾ അനുസരിച്ചു പോവരുത്. ഖുറൈശി തലവന്മാർ നബി തിരുമേനിയോട് ഇപ്രകാരം പറഞ്ഞിരുന്നതായി ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നു. ഈ ബിലാൽ, സുഹൈബ്, അമ്മാർ, ഖബ്ബാബ്, ഇബ്നു മസ്ഊദ് മുതലായ ദരിദ്രവാസികൾ താങ്കളുടെ സദസ്സിലിരിക്കെ ഞങ്ങൾ എങ്ങനെ അവരൊന്നിച്ചിരിക്കും? അവരെ അകറ്റി നിർത്തിയാൽ ഞങ്ങൾക്കും താങ്കളുടെ സഭയിൽ വന്നിരിക്കാനും താങ്കൾ പറയുന്നത് ശ്രദ്ധിക്കാനും കഴിയും. ഇതേപ്പറ്റി നബി തിരുമേനിയെ അള്ളാഹു അറിയിച്ചിരിക്കുകയാണ്. ദൈവപ്രീതി മാത്രം കാംക്ഷിച്ച് നിന്റെ കൂടെ ചേർന്നിരിക്കുന്നവരും തങ്ങളുടെ രക്ഷിതാവിനെ രാപ്പകൽ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ആളുകളോടൊപ്പം നിൽക്കുകയും നിന്റെ ഹൃദയത്തെ അതിൽ സംതൃപ്തമാക്കുകയും ചെയ്യുക. അവരിൽ നിന്നൊരിക്കലും ശ്രദ്ധ തിരിച്ചു കളയരുത്. നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ അവരെ വിട്ട് ഐഹിക മോടി മാത്രം കൈമുതലായുള്ള കൂട്ടരെ കൂടെയിരുത്താൻ നീ എങ്ങനെ ഇഷ്ടപ്പെടും? പ്രത്യക്ഷത്തിൽ ഇവിടെയും നബി തിരുമേനിയോടാണ് സംബോധനയെങ്കിലും ഖുറൈശി തലവന്മാരെ കാര്യം ധരിപ്പിക്കുകയാണ് ഉദ്ദേശ്യം. നിങ്ങൾ ഊറ്റം കൊള്ളുന്ന ആ പൊള്ളയായ പദവിയും പ്രതാപവും ദൈവത്തിന്റെയും ദൈവദൂതന്റെയും ദൃഷ്ടിയിൽ അശേഷം വിലയുള്ളതല്ല. നിങ്ങളെക്കാൾ എത്രയോ വിലയുള്ളതാണ് ആ ദരിദ്ര ജനങ്ങൾ. അവരുടെ ഹൃദയത്തിൽ ഉദ്ദേശ്യശുദ്ധിയുണ്ട്. ദൈവസ്മരണയെക്കുറിച്ച് അവർ ഒരിക്കലും അശ്രദ്ധരാവുന്നില്ല. നൂഹ് നബിയും തന്റെ ജനതയും തമ്മിലുണ്ടായ പ്രശ്നവും തികച്ചും ഇതേ തരത്തിലായിരുന്നു. നൂഹ് നബിയോട് അവർ പറഞ്ഞു, ഞങ്ങളിലെ അധമന്മാർ മാത്രമാകുന്നു വീണ്ടു വിചാരമില്ലാതെ നിന്നെ പിൻപറ്റിയതായി കാണുന്നത്. ഇതിന് നൂഹ് നബിയുടെ മറുപടി ഇതായിരുന്നു, സത്യത്തിൽ വിശ്വസിച്ചവരെ ആട്ടിപ്പായിക്കാൻ ഞാൻ സന്നദ്ധനല്ല. നിങ്ങൾ അവജ്ഞാപൂർവം നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് ഒരു ഗുണവും നൽകില്ലെന്ന് പറയാനും ഞാൻ ആളല്ല. ഹൂദ് 27, 29, 31, അൽ അൻആം 52, അൽ ഹിജ്ർ 88 എന്നിവയും ശ്രദ്ധിക്കുക. വക്കാന അംറുഹു ഫുറുത്വ എന്ന വാക്യത്തിന്റെ ഒരർത്ഥമാണ് നാം തർജ്ജമയിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സത്യത്തെ പിന്തള്ളിയും ധാർമ്മിക പരിധികൾ തകർത്തും തോന്നിയ പോലെ നടക്കുന്നവൻ എന്നാണ് മറ്റൊരർത്ഥം. രണ്ടു രൂപത്തിലും സാരാംശമൊന്നു തന്നെ. ദൈവത്തെ വിസ്മരിച്ച് സ്വേച്ഛയുടെ ദാസനായിരിക്കുന്ന മനുഷ്യന്റെ ഏതു കാര്യത്തിലും സന്തുലിതത്വം നഷ്ടപ്പെടുകയും അയാൾ അതിരടയാളങ്ങൾ അറിയാത്തവനായി തീരുകയും ചെയ്യുന്നു.
ഇങ്ങനെയൊരു മനുഷ്യനെ അനുസരിക്കുക എന്നാൽ നേതാവിനോടൊപ്പം അതിർത്തികൾ അറിയാത്തവനായി അബദ്ധസഞ്ചാരം ചെയ്യുക എന്നാണർത്ഥം. സ്വേച്ഛയെ പിൻപറ്റിയവരും പരിധിവിട്ടവരുമായ മനുഷ്യന്റെ വാക്ക് സ്വീകരിക്കരുത്. അവന്റെ മുമ്പിൽ തലകുനിക്കരുത്. അവന്റെ ഇംഗിതം സാധിപ്പിക്കരുത്. അവന്റെ ചെയ്തിയെ പിൻപറ്റരുത്. ഇത്വാഅത്ത് അഥവാ അനുസരണം എന്ന പദം അതിന്റെ വ്യാപകമായ അർത്ഥത്തിലാണിവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. وَقُلِ الْحَقُّ مِنْ رَبِّكُمْ فَمَنْ شَاءَ فَلْيُؤْمِنْ وَمَنْ شَاءَ فَلْيَكْفُرْ إِنَّا أَعْتَدْنَا لِلظَّالِمِينَ نَارًا أَحَاطَ بِهِمْ سُرَادِقُهَا وَإِنْ يَسْتَغِيثُوا يُغَاثُوا بِمَاءٍ كَالْمُهْلِ يَشْوِي الْوُجُوهَ بِئْسَ الشَّرَابُ وَسَاءَتْ مُرْتَفَقًا. തുറന്നു പറഞ്ഞുകൊള്ളുക, ഇത് നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള സത്യമാകുന്നു. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ഇഷ്ടമുള്ളവർക്ക് നിഷേധിക്കാം. നിഷേധിക്കുന്ന അക്രമികൾക്കായി നരകം ഒരുക്കിവെച്ചിട്ടുണ്ട്. അതിന്റെ ജ്വാലകൾ അവരെ വലയം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവിടെ അവർ വെള്ളത്തിനു വേണ്ടി യാചിച്ചാൽ ഉരുകിയ ലോഹം പോലുള്ള ദ്രാവകമായിരിക്കും ലഭിക്കുക. അത് അവരുടെ മുഖങ്ങളെ കരിച്ചുകളയുന്നു. എത്ര ദുഷ്ടമായ പാനീയം! എന്തുമാത്രം നീചമായ വിശ്രമസ്ഥാനം! ഗുഹാവാസികളുടെ കഥ വിവരിച്ച ശേഷം ഈ വാചകത്തിന്റെ സന്ദർഭത്തിലെ ഔചിത്യം ഇവിടെ വെച്ച് വ്യക്തമായി ഗ്രഹിക്കാവുന്നതാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിച്ച ഗുഹാവാസികളുടെ ആ യുവസംഘം നിർഭയരായി എഴുന്നേറ്റ് നിന്ന് ആകാശഭൂമികളുടെ നാഥനാണ് ഞങ്ങളുടെ നാഥനെന്ന് ഖണ്ഡിതമായി പ്രഖ്യാപിക്കുകയുണ്ടായി. വഴിപിഴച്ച തങ്ങളുടെ സമുദായവുമായി ഒരുവിധ സന്ധിക്കും വിട്ടുവീഴ്ചയ്ക്കും അവർ സന്നദ്ധരായില്ല. മാത്രമല്ല, അവനല്ലാത്ത ഒരു ദൈവത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഞങ്ങൾ തികഞ്ഞ അതിക്രമം ചെയ്തവരാകും എന്ന് ഉറച്ചുനിന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്വന്തം സമുദായത്തെയും ദൈവങ്ങളെയും അവർ പരിത്യജിച്ചു. എന്നിട്ട് ആരും സഹായത്തിനില്ലാതെ, ഭൗതിക വസ്തുക്കളുടെ പിൻബലമില്ലാതെ ഏതോ ഒരു ഗുഹയിൽ ചെന്ന് പാർക്കാൻ അവർ ഇഷ്ടപ്പെട്ടെങ്കിലും സത്യത്തിൽ നിന്ന് മുടിയുടെ വ്യതിചലിച്ച് സ്വന്തം ജനതയുമായി സന്ധിയാവാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. പിന്നീടവർ ഉണർന്നെണീറ്റപ്പോഴും അവരെ വ്യാകുലചിത്തരാക്കിയ ഒരേയൊരു പ്രശ്നം സ്വസമുദായം അവരുടെ മതത്തിലേക്ക് തങ്ങളെ തിരിച്ചുകൊണ്ടുപോയി കളഞ്ഞെങ്കിൽ തങ്ങൾ ഒരിക്കലും വിജയം പ്രാപിക്കുകയില്ല എന്നുള്ളത് മാത്രമായിരുന്നു. ഗുഹാവാസികളുടെ ആ സംഭവങ്ങൾ അനുസ്മരിച്ച ശേഷം നബി തിരുമേനിയെ അള്ളാഹു അറിയിക്കുകയാണ്, യഥാർത്ഥത്തിൽ തിരുമേനി വഴി ഇസ്ലാമിന്റെ ശത്രുക്കളെയാണ് അറിയിക്കുന്നത്. ബഹുദൈവ വിശ്വാസികളും സത്യനിഷേധികളുമായ കൂട്ടരുമായി സന്ധിയും വിട്ടുവീഴ്ചയും ആലോചനാർഹമായ വിഷയമേ അല്ല. ദൈവത്തിങ്കൽ നിന്ന് കിട്ടിയ സത്യം ഏറ്റക്കുറവില്ലാതെ അവരുടെ മുമ്പാകെ സമർപ്പിക്കുക. എന്നിട്ട് അവരത് സമ്മതിക്കുന്നെങ്കിൽ അവർക്ക് നല്ലത്, സമ്മതിക്കുന്നില്ലെങ്കിലോ അനന്തരഫലം നേരിട്ടുകൊള്ളട്ടെ. സമ്മതിച്ചിട്ടുള്ളവർ ചെറുപ്പക്കാരോ ദരിദ്രരോ അടിമകളോ കൂലിവേലക്കാരോ ആരായാലും അള്ളാഹുവിങ്കൽ അനർഘരത്നങ്ങളാണവർ. അവങ്കൽ അവർ ആദരണീയരും സമ്മാനിതരുമാണ്. ആ നല്ല മനുഷ്യരെ വിട്ട് കൊമ്പന്മാരും വമ്പന്മാരുമായ ഈ നേതാക്കളെ അശേഷം വിലവെക്കരുത്. ഐഹിക സ്ഥാനമാനങ്ങൾ എത്രമേലുള്ളവരാണെങ്കിലും ദൈവത്തെ ത്യജിച്ച് ദേഹത്തെ പൂജിക്കുന്നവരാണിവർ. ഈ ആയത്തിലെ സുറാദിഖിന്റെ സാക്ഷാലർത്ഥം കൂടാരത്തെ ചുറ്റിയുള്ള വിരി അല്ലെങ്കിൽ പുറമൂടി എന്നാണ്. പക്ഷേ നരകവുമായി ചേർത്തു പറയുമ്പോൾ അതിന്റെ വിവക്ഷ നരകത്തിന്റെ അഗ്നിജ്വാലകളും പുകപടലങ്ങളും ചെന്നെത്തുന്ന ഉഷ്ണത്താൽ ചുറ്റപ്പെട്ട അതിന്റെ ബാഹ്യാവരണങ്ങളാണെന്ന് തോന്നുന്നു. അതിന്റെ ജ്വാലകൾ അവരെ വലയം ചെയ്തിരിക്കുന്നു എന്ന വാക്യത്തിന് ചിലർ ഭാവിയുടെ അർത്ഥമാണ് കൽപ്പിച്ചിരിക്കുന്നത്. അതായത് മരണാനന്തര ജീവിതത്തിൽ നരകത്തീ അവരെ വലയം ചെയ്യുമെന്നർത്ഥം. എന്നാൽ സത്യവിമുഖനായ അക്രമി ഇഹലോകത്ത് വെച്ചുതന്നെ നരകത്തിന്റെ അതിർത്തി വലയത്തിൽ അകപ്പെട്ടിരിക്കുന്നുവെന്നും അതിൽ നിന്ന് അയാൾക്ക് കുതറിയോടുക സാധ്യമല്ലെന്നുമുള്ള അർത്ഥമാണ് നാം മനസ്സിലാക്കുന്നത്. മുഹിൽ എന്ന അറബി പദത്തിന് ഒന്നിലധികം അർത്ഥം വിവരിക്കപ്പെട്ടിരിക്കുന്നു. ചിലരുടെ പക്ഷത്തിൽ എണ്ണക്കീടമെന്നാണ് ഇതിനർത്ഥം. ചിലർ ലാവ എന്നും അർത്ഥം കൊടുത്തിരിക്കുന്നു. അതായത് ഉഷ്ണാധിക്യത്താൽ ഉരുകിപ്പോയ ഭൂഗർഭ പദാർത്ഥങ്ങൾ. ചിലരുടെ അഭിപ്രായത്തിൽ ഉരുകിയ ലോഹമാണതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ചലവും ചോരയും എന്ന അർത്ഥം കൽപ്പിച്ചവരുമുണ്ട്.